പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷികളാക്കി ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പേര് ശരണ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് അജീഷ്, ഞങ്ങളുടെ കുഞ്ഞ് ഇവാൻ. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് 2020 ഫെബ്രുവരി മാസത്തിലായിരുന്നു. യാത്രയുടെ ഇടയിൽ എനിക്കൊരു കൃപാസന പത്രം ലഭിക്കുകയുണ്ടായി. ഞാനൊരു നേഴ്സാണ്. 2015 മുതൽ ഞാൻ വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. പല കാരണങ്ങളാൽ അത് ജോലി നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ കൃപാസന പത്രം എനിക്ക് ലഭിച്ചതിന് ശേഷം ഉടനെ തന്നെ ഒരു വേക്കൻസി ഞാനൊരു പത്രത്തിലെ ആഡ് കാണുകയും അപ്ലൈ ചെയ്യുകയുണ്ടായി. അതൊരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അവിടെ ടെമ്പററി വിസയായിട്ട് 6 മന്ത് വിത്തൗട്ട് ലൈസൻസ് എക്സാമിൽ കയറാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ വെറുതെ അപ്ലൈ ചെയ്തതാണ്. അവരെന്നെ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുകയും അതെനിക്ക് ആ ജോലി ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ 2015 മുതൽ പോകാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഏജൻസിക്കും മറ്റും പണം കൊടുക്കാൻ എനിക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പോകാതെ ഇരുന്നത്. എന്നാൽ എന്നെ ദൈവം ഞാൻ നേരത്തെ മുതലേ മാതാവിനെ അറിഞ്ഞിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ജപമാല ചൊല്ലുമായിരുന്നു. ജോലിക്ക് ഡൽഹിയിലായിരുന്നു. ആ സമയത്തൊക്കെയും നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രയറിനും ആരാധനയിലും പിന്നെ നൈറ്റ് ആരാധനകളിലൊക്കെയും ഞങ്ങൾ ഡൽഹിയിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടും പങ്കെടുക്കുമായിരുന്നു. അന്നൊക്കെയും ഞങ്ങൾ കൊന്തയും ജപമാലയും കുരിശിൻ്റെ വഴിയൊക്കെയും ഞങ്ങൾ ചെല്ലുമായിരുന്നു. അങ്ങനെ ഞാൻ 2019 നാട്ടിൽ വരികയുണ്ടായി. അങ്ങനെ ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസന പത്രം ലഭിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ടായി. എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ 1 രൂപ പോലും എനിക്ക് ഏജൻസിക്കോ മറ്റും കൊടുക്കാൻ ഇടയാക്കാതെ പരിശുദ്ധ അമ്മ എന്നെ അബുദാബിയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി തന്ന് സഹായിച്ചു. ഹസ്ബൻഡ് അപ്പോൾ ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല ഇതുപോലെ എക്സാം എഴുതണം. കാരണം എനിക്ക് ടഫാണ്, ഈ എക്സാം ഹാർഡ് പാസ്സാവാൻ കഴിയില്ല, DH എഴുതാൻ കഴിയില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ കൂടുതലും സൗദി, കുവൈറ്റ് ഒക്കെയാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഞങ്ങളുടെ പ്ലാനിങ്ങിലൂടെ അല്ലാതെ തന്നെ മാതാവിൻ്റെ പദ്ധതിയിൽ ഞങ്ങൾക്ക് എക്സാം പോലും ക്ലിയർ ആവാതെ ഇവിടെ നിന്ന് എനിക്ക് പോകാൻ കഴിയുകയും ഞാൻ 6 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് ഹാർഡ് എന്ന എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി എനിക്ക് അവിടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാനും സാധിച്ചു. 2 വർഷമായതിനു ശേഷം എനിക്ക് സിവിയർ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ടായി. അവിടെ 12 hours ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ കണ്ടിന്യൂ ആയപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് വേണമെന്ന് തോന്നി ഞാൻ ആ ജോലിയിൽ ഞാനത് പുതുക്കാതെ റിന്യൂവൽ ചെയ്യാതെ അവിടെ നിന്നും റിസൈൻ വെച്ചിറങ്ങി. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് UAE എക്സ്പീരിയൻസ് ഉണ്ട് 2 വർഷത്തെ. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും വേറെ ജോലി ലഭിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ജോലി എവിടെയും ലഭിച്ചില്ല. ഞങ്ങൾ നാട്ടിൽ വന്നു. തിരിച്ച് ഞാൻ വിസിറ്റിംഗ് വിസയിൽ പോകേണ്ടി വന്നു. അപ്പം ഓരോ ദിവസവും അപ്ലൈ ചെയ്യും, മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. വിസിറ്റ് പുതുക്കാറായല്ലോ, ഒരാളുടെ വരുമാനത്തിൽ ഞങ്ങൾക്ക് അവിടെ ജോലിയില്ലാണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ എന്ത് ചെയ്യും മാതാവേ, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ രാത്രി കാലങ്ങളിലൊക്കെയും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി പെട്ടെന്ന് ഞാൻ അറിയുന്നു എവിടെയൊക്കെയോ ഗോൾഡൻ വിസ കിട്ടുന്നുവെന്ന്. എൻ്റെ ഫ്രണ്ട്സ് പലരായി പറയുന്നു ഗോൾഡൻ വിസ കിട്ടി എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ വീണ്ടും ചിന്തിച്ചു, ദൈവമേ, ഞാൻ ജോലിയിലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ഗോൾഡൻ വിസ കിട്ടിയേനെ. ഞാനിപ്പോൾ ജോലി പോലും ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഗോൾഡൻ വിസ കിട്ടും? അപ്പം ഞാൻ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്കും ഗോൾഡൻ വിസ കിട്ടി. 10 വർഷത്തെ വിസയുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ വീണ്ടും ശ്രമിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ നല്ലൊരു ഫെസിലിറ്റിയിൽ എനിക്ക് ജോലി ലഭിക്കുകയും ഇപ്പോൾ ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾ ആ സമയത്ത് നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് ഇവിടെ ആദ്യമായി വരുന്നതും. എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നതും. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 20-ാം തീയതിയാണ്.
അന്ന് ഞങ്ങൾ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി. ഞങ്ങളുടെ ഏറ്റവും വലിയ നിയോഗം എന്നാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പലപ്പോഴും ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാൻ പോകണമെന്ന് കരുതിയപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കേട്ടാൽ അത് താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് പിന്നാവട്ടെ എന്ന് കരുതി. എന്നാൽ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയ ശേഷം ജൂണിൽ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി. ഓഗസ്റ്റിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ചെക്കപ്പും ചെയ്യാനായിട്ട് പോയപ്പോൾ ഞാൻ വിശുദ്ധ നേർച്ച വസ്തുക്കളെല്ലാം കയ്യിൽ എവിടെ പോയാലും കരുതുമായിരുന്നു. വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ ചെക്കപ്പും ചെയ്തു. നേർച്ച വസ്തുക്കൾ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പം അതിലും ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചായിരുന്നു അത് സെൻഡ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഫലമായി എൻ്റെ റിസൾട്ടുകളെല്ലാം നോർമലാകുകയും ഹസ്ബൻഡിന് കൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂ, അത് കുഴപ്പമില്ല, എന്നാൽ 2 മാസം കുറച്ച് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്നാലും ഞങ്ങളത് 2 മാസം കഴിച്ചു. എന്നിട്ട് നമ്മൾ തീരുമാനിച്ചു ഉടമ്പടിയിലാണല്ലോ, ഇനി നമ്മൾ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയി. ഒക്ടോബർ ജപമാല റാലിയിൽ 2024 ഞങ്ങൾ പങ്കെടുത്തു. എപ്പോഴൊക്കെ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നു, ഞങ്ങൾ ഇവിടെ കയറിയിട്ടേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോവുകയുള്ളൂ. ജപമാല റാലിയിൽ ഒക്ടോബറിൽ വരുമ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് ഒരു റൂം എടുത്ത് ഞങ്ങൾ താമസിച്ചു, ഉടമ്പടി പുതുക്കി. അടുത്ത ദിവസം ജപമാല റാലി പങ്കെടുത്തതിന് ശേഷമാണ് രാത്രിയിലാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോയത്. ഞങ്ങൾ തിരിച്ചു പോയി. ആ വന്ന യാത്രയിൽ ഞങ്ങൾ 5 ദിവസത്തെ ലീവിനായിരുന്നു വന്നത്. അപ്പം പെട്ടെന്നുള്ള ഒരു 2 ദിവസമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അപ്പം ആ പെട്ടെന്നുള്ള യാത്രയിൽ, തിടുക്കപ്പെട്ട യാത്രയിൽ എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. എപ്പോഴും എൻ്റെ കയ്യിൽ ജപമാല കൊണ്ടാണ് ഞാൻ എപ്പോഴും പുറത്തിറങ്ങാറ്. എൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് വരെ ഒരു ജപമാല നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്നാൽ ആ കാശുരൂപത്തോടൊപ്പം ഒരു ജപമാലയും ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്തൊക്കെ സാഹചര്യം വന്നാലും ആ ജപമാല മുറുക്കെ പിടിച്ച്, അല്ലെങ്കിൽ അത് ഹസ്ബൻഡ് കയ്യിലൊന്ന് സൂക്ഷിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ എന്തും ചെയ്യുന്നത് പുറത്ത് പോകുമ്പോൾ. അന്ന് ആ കാശുരൂപം നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്ന്, ഹസ്ബൻഡ് ഞങ്ങൾ പോയ വഴികളിലെല്ലാം അലഞ്ഞു നടന്നു എന്ന് തന്നെ പറയാം. പോയ വഴികളിലെല്ലാം ഞങ്ങളുടെ നമ്പറുകൾ കൊടുത്തു, ഞങ്ങളെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നു. എന്നാൽ തിരിച്ച് വന്ന ഒരു ദിവസം ഉടമ്പടി വീണ്ടും എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സങ്കടത്തോടെ തിരിച്ചു പോവുകയും ഉടമ്പടിയിൽ പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ പ്രവർത്തനത്തിലും ഒക്കെയും മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അടുത്ത ജൂണിൽ വന്ന് ഉടമ്പടി പുതുതായിട്ട് എടുക്കുകയും ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിക്കുകയും ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അടുത്ത ജൂണിൽ വീണ്ടും വരികയുണ്ടായി. എനിക്ക് ലീവ് കിട്ടുകയും ഹസ്ബൻഡ് കിട്ടാത്തത് ഒരു സാഹചര്യം വന്നു. വീണ്ടും ഞങ്ങൾ ഒരാഴ്ചത്തെ ലീവിനായി തിരിച്ചു വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. എനിക്ക് വയറിന് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും പ്രഗ്നൻസി ആണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. കാരണം പ്രഗ്നൻസിയുടെ ഒരു സൈനും മാതാവിനെ അറിയിച്ചിരുന്നില്ല. ഞാൻ ഇവിടെ വരുമ്പോഴോ അച്ഛനെ കാണുമ്പോഴോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു ചെന്ന് ഇതുപോലെ വയറിനൊരു അസ്വസ്ഥത വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. പിന്നീട് ഞങ്ങൾ ദിവസവും പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു. നേർച്ച വസ്തുക്കൾ വയറിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ചെക്കപ്പും ഓരോ സ്കാനിങ്ങും വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പോകാറ്. പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പോകാറ്. അതിൻ്റെ ഫലമായി ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത്, ആയുസ്സോടെ ആരോഗ്യത്തോടെ കുറച്ച് സ്വാർത്ഥതയുണ്ടെന്ന് പോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സൗന്ദര്യത്തോടെ ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ എന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഉണ്ണീശോയെ പോലെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മയും ഈശോയും തന്നു. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും നന്ദി പറയുന്നു. ഒരുപാട് ഇതിനിടയിൽ ഞങ്ങളുടെ ദിനംപ്രതിയുള്ള ആവശ്യങ്ങൾ ഒരുപാട്. മാതാവിനോട് എന്ത് കാര്യങ്ങൾ സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് സാധിച്ചു തരും. ഞങ്ങൾക്ക് ഹസ്ബൻഡ് അവിടെ UAE ലൈസൻസ് അതിന് പോയപ്പോൾ ഞങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ വെച്ച കാര്യങ്ങളല്ല. ഇതൊക്കെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലൈസൻസ് കിട്ടി. വീണ്ടും ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഉചിതമായ ഒരു വാഹനം ലഭിച്ചു.
അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾക്കും പരിശുദ്ധ അമ്മയും ദേവകുമാരനും തരുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഉടമ്പടി പത്രം ഇവിടുന്ന് കിട്ടുന്നത് കൂടാതെ എക്സ്ട്രാ വാങ്ങിക്കൊണ്ട് പോകും. എപ്പോഴും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ഉടമ്പടിക്ക് ശേഷം പത്രങ്ങൾ ഞങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് പത്രങ്ങൾ കൊണ്ടുപോവുകയും മാക്സിമം പറയാൻ പറ്റുന്നവരോടൊക്കെയും നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞും അനുഗ്രഹങ്ങൾ പറഞ്ഞും കൊടുക്കാറുണ്ട്. പിന്നെ കൂടാതെ അച്ഛൻ്റെ ധ്യാനം 2022 പകുതി 2023 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കേൾക്കാറുണ്ട്. ഒരു ദിവസം എനിക്ക് വൈകുന്നത് ഭയങ്കര വിഷമമാണ്. അന്ന് തന്നെ ആ സമയം തന്നെ എനിക്ക് ആ ഒരു 10 മണി, അവിടെ ഞങ്ങൾ 10 മണിക്കാണ് അത് ലൈവായിട്ട് വരുന്നത്. ആ ഒരു ടൈമിൽ തന്നെ എനിക്കത് ഷെയർ ചെയ്യണം, എനിക്കത് സ്റ്റാറ്റസായിട്ട് ഇടണം, അതിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഡ്യൂട്ടിയാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അന്ന് തന്നെ രാത്രിയിൽ അത് മാക്സിമം അത് കൂടാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് മാക്സിമം എൻ്റെ സ്റ്റാറ്റസായിട്ട് ഒരാഴ്ച പോലും മുടക്കാതെ ഞാനത് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അതെൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ ചെറിയ ചെറിയ കോളുകളൊന്നും വരുന്നത് സേവ് ചെയ്യാറില്ലായിരുന്നു. ആവശ്യമില്ലാത്ത നമ്പറുകളൊന്നും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്യാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ചെറിയൊരു കോൾ വന്നാലും ഞാനത് സേവ് ചെയ്യും. അത് സേവ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്ന അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഷെയർ ചെയ്യാറുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥനകൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അപ്പം അത് കൂടുതൽ പേര് അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ നമ്പറുകൾ കൂടുതലായി സേവ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കൂടുതലായിട്ടും ഇവിടുന്ന് ബൾക്കായിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് പോകും. കാശുരൂപം, ജപമാല, ഉടമ്പടി പുസ്തകങ്ങൾ, ജപമാല പുസ്തകങ്ങൾ, മാതാവിൻ്റെ വലിയ രൂപം, ഉപ്പ്, തേന, ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. ഫ്രണ്ട്സൊക്കെയും ചോദിക്കാറുണ്ട്, അവർക്ക് കൊടുക്കും, ചോദിക്കാത്തവർക്കും കൊടുക്കാറുണ്ട്. ആരെങ്കിലും സങ്കടങ്ങളോ ആവശ്യങ്ങളോ പറഞ്ഞാൽ അവർക്കും കൊടുക്കാറുണ്ട്. 3-4 ഫ്രണ്ട്സിനെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അവർക്ക് നേർച്ച വസ്തുക്കൾ കൊണ്ട് കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനൊരു ലോങ് ടൈം കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. കൂടുതലും പ്രായമായ രോഗികളാണ്. മാക്സിമം അവരെ കെയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. വേദനയുള്ളവരെ അവരെ മാക്സിമം കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ജപമാല ഞാൻ 2 പേഷ്യൻസിന് കൊടുത്ത് അവരുടെ വേദനയിൽ അവർക്ക് ആശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വഴിയരികിലൊക്കെയും കാണുന്ന പാവങ്ങളെ സഹായിക്കാനും, ഒരു വിഷമമാണ്, പട്ടിണിയാണ് എന്ന് തോന്നുന്നവരെ സഹായിക്കാനും സാധിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്നാൽ കയ്യിലുള്ളതുപോലെ കൊടുത്ത് സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. അവിടെ വലിയ ചൂടിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടാൽ അവർക്ക് വെള്ളവും മറ്റ് സാധനങ്ങളും ഫ്രൂട്ട്സും വാങ്ങിക്കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ദൈവത്തിന് നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ കുഞ്ഞിന് ഇവാൻ എന്ന് പേരിട്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ. ഇതുകൂടാതെ എൻ്റെ ഭവനത്തിലും എൻ്റെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒക്കെയും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവരില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുകയില്ല. ഞങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ചതിന് ശേഷം നിയോഗത്തിൻ്റെ പുറകെ പോകാറില്ല. അത് അമ്മയ്ക്ക് കൊടുത്തു, ബാക്കി പിന്നീടുള്ള കാര്യം മാതാവ് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആവർത്തിച്ച് മാതാവിനോട് പറയാറില്ല. മാതാവ് അത് ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പാണ്. ഇപ്പം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഫെബ്രുവരി 26-ാം തീയതി ഞങ്ങളുടെ റൂം വരെ വെക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. കാരണം അവിടെ ഇപ്പം റൂമുകളൊക്കെ റിനോവേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞങ്ങൾ 26 ഫെബ്രുവരിയിൽ ഞങ്ങൾ അവിടുന്ന് കയറുകയുണ്ടായി. 27-ാം തീയതി മുതൽ എയർപോർട്ടുകളെല്ലാം ക്ലോസ് ആകുകയും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ടുകളെല്ലാം ക്ലോസായി. ദൈവം നമ്മളെ കൈവെള്ളിയിൽ കൊണ്ട് നടക്കുന്ന ഓരോ അനുഭവങ്ങളാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ലഭിക്കുന്നത്. ഇത്രത്തോളം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും നന്ദി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. അതിനാൽ ഭയപ്പെടേണ്ട,
നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. ശരണ്യ തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം വലിയ മഹത്തായ ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇയാൾ താരയിൽ ഏറ്റുപറഞ്ഞത്. ഇവർക്ക് 2020 കൃപാസനം പത്രം കിട്ടിയത് മുതലാണ് ഇവർ പരിശുദ്ധ അമ്മയെ അന്വേഷിച്ചു വരാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അവരുടെ ഉടമ്പടി ജീവിതം അച്ചിട്ടുറപ്പിക്കുവാനും തുടങ്ങിയത്. വളരെ പ്രത്യാശയോടുകൂടി ഇപ്പോഴും ജീവിച്ച് ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ക്രൈസ്തവരായ ഈ മക്കളെ നോക്കി ക്രിസ്ത്യാനികളായ നമുക്ക് വളരെ ലജ്ജിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇന്ന് ഈ മക്കൾ കടന്നു പോകുന്നതും ഈ മക്കൾ ദൈവത്തെ പ്രഘോഷിക്കുന്നതും അവിടുത്തെ പ്രഖ്യാപിക്കുന്നതും വളരെ വലിയ നിലയിലാണ്. വലിയ ലെവൽ വളരെ അധികമാണെന്ന് ജോസഫ് അച്ഛൻ എടുത്തു പറയും. 6 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരവസ്ഥയിൽ ഇവർക്ക് കുഞ്ഞിനെ കിട്ടിയ ഉടനെ തന്നെ ഇവർ വന്ന് സാക്ഷ്യം പറയാൻ, കുഞ്ഞിന് 31 ദിവസം പ്രായം മാത്രമാണ്. വലിയ റിസ്കിൽ അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ശരണ്യയുടെ ഓരോ വാക്കിലും നമുക്ക് മനസ്സിലാകുന്നത് വചനം പറയുന്നത് പോലെ അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു എന്നാണ് ഉത്തമയായ ഭാര്യയെക്കുറിച്ച് വചനം പറയുന്നത്. ഭാവിയെക്കുറിച്ച് പുഞ്ചിരിക്കാൻ സാധിക്കുന്നത് വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഇവർ കാഴ്ചവെക്കുന്നതുകൊണ്ടാണ്. ഇവരുടെ ഓരോ അവസ്ഥയിലും, ഇവരുടെ ജോലിയിലായാലും അസ്വസ്ഥതകളിലായാലും ഏതൊരു കാര്യത്തിലും അവർക്കിപ്പോൾ ഭയമില്ലാത്തത് ഉടമ്പടിയുടെ ഉറപ്പാണ്. ശരണ്യയുടെ വാക്കുകൾ, ശരണ്യ പറയുന്നത്, എനിക്ക് ജോലിയില്ലാതിരുന്ന അവസ്ഥയിൽ എങ്ങനെ വിസ കിട്ടും? അവിടെയാണ് 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസ നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഉടമ്പടി എന്നത് ഉടൻ പരിഹാരമാണെന്ന് നമുക്കറിയാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാം ജീവിത പ്രതിസന്ധികളിലേക്ക് കടന്നു വന്ന് നമുക്ക് ആവശ്യമായതും ആഗ്രഹിക്കുന്നതും ഭാവിയിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ്. ഈശോയ്ക്ക് ഒരു ഉറപ്പാണ്, ഇവരെന്നെ കൈവിട്ടു പോവുകയില്ല, ഇവർ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഈശോയ്ക്ക് തോന്നണം, നീ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ കൈവിടില്ല. അതിനുള്ള ഉത്തമമായ ഒരു സാക്ഷ്യമാണ് ശരണ്യ ഇപ്പോൾ പങ്കുവച്ചത്. നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മുടെ കണ്ണുനീരിനെ എല്ലാം ഏതൊരവസ്ഥകളിലും ഏതൊരു അസ്വസ്ഥതയിലും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി വളരെ ഉറപ്പോടും വളരെ ശരണത്തോടും കൂടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഉടമ്പടി വളരെ കൃത്യമായി പാലിക്കുകയും ചെയ്യുമ്പോൾ ശരണ്യ ചെയ്തതിലും വലിയ കാര്യങ്ങൾ വിശേഷവിധിയായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ